അധ്യാപകരാകാനായിട്ട് ഈ പരിശീലന കോഴ്സുകൾ മാത്രം നമ്മൾ പാസ്സായാൽ പോരാ, മറിച്ച് കുറച്ച് അധ്യാപക യോഗ്യതാ പരീക്ഷകളും എഴുതണം. കേട്ടറ്റും സെറ്റും നെറ്റും സീടെറ്റും ഒക്കെ അക്കൂട്ടത്തിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, PGയും BEഡും ഒക്കെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയെയും സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സെറ്റ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ നമുക്ക് സെറ്റ് കൂടിയേ തീരുള്ളൂ. പണ്ട് നെറ്റ്, MPhil, MEd തുടങ്ങിയിട്ടുള്ള അധിക യോഗ്യതകൾ ഉണ്ടെങ്കിൽ സെറ്റും കേട്ടറ്റും ഒന്നും വേണ്ട എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റിയ സ്ഥിതിക്ക് സെറ്റ് എന്തായാലും നമ്മൾ എഴുതിയെടുക്കണം. ഒരു സെറ്റ് എക്സാം കഴിഞ്ഞ മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എല്ലാവരും കുറേ അധികം പേരെങ്കിലും ആശങ്കപ്പെട്ട് ഇരുന്നിട്ടുമുണ്ട്. പല ചോദ്യങ്ങളുടെയും അല്ലെങ്കിൽ പല ഏരിയകളുടെയും വെയിറ്റേജ് മാറുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനും പ്രാധാന്യമേറുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ സെറ്റ് എക്സാമിൽ നമ്മൾ ഒബ്സേർവ് ചെയ്ത കാര്യങ്ങളാണ്. സോ അടുത്ത സെറ്റ് എക്സാമിന് ഇതിനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പഠിക്കാം, അടുത്ത സെറ്റ് പരീക്ഷ എപ്പോഴായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് പരീക്ഷ നമുക്കറിയാം, സെറ്റ് എല്ലാ വർഷവും 2 സൈക്കിളിലായിട്ടാണ് നടത്താറുള്ളത് അല്ലെ. ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളും എന്ന് നമ്മൾ പറയും. അപ്പോൾ ഡിസംബർ സൈക്കിൾ അഥവാ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് ഫെബ്രുവരിയിൽ നമ്മൾ എക്സാം ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇനി അടുത്ത എക്സാം എപ്പോഴാണ് വരിക, അടുത്ത സെറ്റ് എക്സാം എന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലായിട്ടായിരിക്കും അടുത്ത സെറ്റ് പരീക്ഷ വരുന്നത്. മോസ്റ്റ് പ്രോബബിലി ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്ന് ജൂലൈ അവസാനം ഓഗസ്റ്റ് സമയത്തായിട്ടായിരിക്കും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇനി ഒരു 3-4 മാസം എന്തായാലും കയ്യിലുണ്ട്. ഈ ഒരു സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത HSST വിവിധ വിഷയങ്ങളിലെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി പല വിഷയങ്ങളിൽ, ഇപ്പോൾ മലയാളം അടക്കമുള്ള വിഷയങ്ങളിൽ വരാനുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കണമെങ്കിൽ നമുക്ക് ഈ സെറ്റ് എഴുതിയെടുക്കണം. ഇപ്പോൾ ഒന്നാമതേ PSCയുടെ പ്രായപരിധിയൊക്കെ ഉയർത്തിയിട്ടുണ്ട്, PSCക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട്. സോ എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും അടുത്ത ജൂലൈ ഓഗസ്റ്റ്, ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് സമയത്തായിട്ട് നമ്മുടെ അടുത്ത സെറ്റ് എക്സാം പ്രതീക്ഷിക്കാം, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പ്രതീക്ഷിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഇനിയിപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പ്രാബല്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് പരീക്ഷ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സെറ്റ് എഴുതാൻ പോകുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി എഴുതിയിട്ടുള്ളവരുണ്ടാകും, ആദ്യമായിട്ട് സെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാകും. അതായത് ഇപ്പോൾ നിങ്ങൾ PG ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ BEd ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെറ്റ് എഴുതണമെങ്കിൽ PGയും BEഡും വേണമെന്ന് നമുക്കറിയാം. ഇപ്പോൾ എലിജിബിലിറ്റി, ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾ അക്വയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പരിശീലന കോഴ്സിൻ്റെ അവസാന വർഷത്തിലായിരിക്കണം. അപ്പം BEd കഴിഞ്ഞിട്ട് PG ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ PG സെക്കൻഡ് ഇയർ ആയിരിക്കണം, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് BEd ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ BEd സെക്കൻഡ് ഇയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സെറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേട്ടറ്റൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് എലിജിബിലിറ്റി ടെസ്റ്റ് ആണെങ്കിൽ പോലും അതിന് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മാർക്കിംഗ് സ്കീം ഒന്നും കേട്ടറ്റിൽ വരുന്നില്ല. നെറ്റ് പരീക്ഷയിലും അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള മാർക്കിംഗ് സ്കീം അല്ല വരുന്നത്. കട്ട് ഓഫ് NTA തന്നെയാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ ഇവിടെ സെറ്റ് നടത്തുന്നത് നമ്മുടെ LBS സെൻറ്റർ ആണെന്ന് നമുക്കറിയാം. ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള കട്ട് ഓഫ് സംവിധാനം എവിടെയുണ്ട്? സെറ്റിനുണ്ട്. ആ മാർക്ക് സ്കോർ ചെയ്താൽ നമ്മൾ എലിജിബിൾ ആകും എന്നൊരു കാര്യം ഓൾറെഡി ഉണ്ട്. പക്ഷെ അവിടെ കുറേ കൺഫ്യൂഷൻസും സംഭവങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ കുറേ തെറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം എപ്പോഴും കുറവുമായിരിക്കും. അപ്പോൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കാം, സെറ്റ് എക്സാമിന് 2 പാർട്ടുകൾ, 2 പേപ്പറാണുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ അതിനെ ജനറൽ പേപ്പർ എന്നാണ് വിളിക്കുന്നത്. അവിടെയാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് കറണ്ട് അഫെയർ, അതുപോലെ തന്നെ ലാംഗ്വേജ്, മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, IT-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, GK, ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത് എവിടെയാണ്? നമ്മുടെ പേപ്പർ 1-നാണ്. പേപ്പർ 1 120 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. പേപ്പർ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള പേപ്പറാണ്. ഇപ്പോൾ
നിങ്ങൾ പി ജിക്ക് ഇംഗ്ലീഷ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളമാണെങ്കിൽ പേപ്പർ 2 മലയാളമായിരിക്കും, മാത്സ് ആണെങ്കിൽ പേപ്പർ 2 മാത്സ് ആയിരിക്കും, എക്കണോമിക്സ് അങ്ങനെ, സോഷ്യൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും ആ ഒരു പേപ്പർ 2വിൻ്റെ അവസ്ഥ പോകുന്നത്. പേപ്പർ 2വും 120 മാർക്കിനാണ്. ഇപ്പോൾ പേപ്പർ 1 120-നാണ്, പേപ്പർ 2വും 120-നാണ്. ഇനി ഇതെങ്ങനെ എലിജിബിൾ ആകും എന്നുള്ളത് ഇപ്പോൾ കേട്ടിട്ട് നമുക്കറിയാം. നമുക്ക് 150-ൽ 82 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ OBC വിഭാഗക്കാർ ക്വാളിഫൈഡ് ആകും, 90 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ജനറൽ വിഭാഗക്കാർ ക്വാളിഫൈഡ് ആകും എന്ന് നമുക്കറിയാം. പക്ഷേ സെറ്റിൻ്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും ഇതിൻ്റെ മാർക്കിംഗ് സ്കീമിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതായത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സെറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്ര പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ പെർസെൻറ്റേജ് മനസ്സിലാക്കുക. പേപ്പർ 1-ന് ജനറൽ വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും ഇനി ഡിഫറൻഷ്യലി ഏബിൾഡ് SC ST വിഭാഗക്കാർക്കും പ്രത്യേകമാണ് കട്ട് ഓഫ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജനറൽ വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേപ്പർ 1-ന് 40% മാർക്ക് വേണം. 40 മാർക്കല്ല, 120-ൽ 40% മാർക്ക്. പേപ്പർ 2വിനും 40% മാർക്ക് വേണം. ഇനി പേപ്പർ 1-ന് 40, പേപ്പർ 2വിന് 40 മാത്രം വാങ്ങിച്ചാൽ പോരാ, 2 പേപ്പറുകളുടെ മാർക്ക് കൂട്ടുമ്പോൾ അതായത് 240-ൽ അതിൻ്റെ 48% മാർക്ക് വേണം. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ 40, 40, 48 എന്ന് പറയുന്നത് ശതമാനക്കണക്കാണ്. ചിലർ ഇതിനെ മാർക്കായിട്ട് തെറ്റിദ്ധരിക്കും. അതായത് 120-ൽ 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് പാസ്സാകും എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. ഇനി നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറിന് 35, സെക്കൻഡ് പേപ്പറിന് 35, ടോട്ടൽ 45% മാർക്കാണ് പാസ്സാകാനായിട്ട് വേണ്ടത്. ഇനി നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡോ അല്ലെങ്കിൽ SC ST വിഭാഗക്കാരനോ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേപ്പറിന് 35, സെക്കൻഡ് പേപ്പറിന് 35, 2 പേപ്പറും കൂടി 40% മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ ശതമാന കണക്ക് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരമായിട്ട് ചെയ്യാൻ പോകുന്നത് ആ മാർക്ക് എത്രയാണെന്ന് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു ജനറൽ വിഭാഗക്കാർക്ക് എത്ര ശതമാനം മാർക്ക് വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അത് എത്ര മാർക്കാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജനറൽ വിഭാഗക്കാർക്ക് പേപ്പർ 1 120-ലാണല്ലോ, പേപ്പർ 2വും 120-ലാണ്. ജനറൽ വിഭാഗക്കാർക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ പേപ്പർ 1-ന് 48 മാർക്ക്, 120-ന്റെ 40% എന്ന് പറയുമ്പോൾ 48 മാർക്ക്. ഇനി പേപ്പർ 2വിനും 48 മാർക്ക്. ഇനി 2 പേപ്പറും കൂടെ കൂട്ടി 115.2 മാർക്കാണ് ജനറൽ വിഭാഗക്കാർക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി നമ്മൾ OBC നോൺ ക്രീമി ലെയറിനെ നോക്കുകയാണെങ്കിൽ 42 മാർക്ക്, 120-ൽ 42 മാർക്ക് ഫസ്റ്റ് പേപ്പറിനും 42 മാർക്ക് തന്നെ സെക്കൻഡ് പേപ്പറിനും. ഇനി 2 പേപ്പറും കൂടെ കൂട്ടി 108 മാർക്കും വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡോ SC ST ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേപ്പറിന് 42, സെക്കൻഡ് പേപ്പറിന് 42, 2 പേപ്പറും കൂടെ കൂട്ടി 96 മാർക്ക്. അപ്പോൾ ഈ ഒരു സ്കീം, ഈ ഒരു മാർക്കിംഗ് സ്കീം നിങ്ങൾ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇനി നിങ്ങൾ ആ ശതമാന കണക്കിനെ ഓർത്ത് വെച്ചിട്ട് തല പുകയ്ക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇത് നോക്കുക. നിങ്ങൾ ജനറൽ വിഭാഗക്കാരനാണെങ്കിൽ ചിന്തിക്കുക ഫസ്റ്റ് പേപ്പറിന് 48 വേണം, സെക്കൻഡ് പേപ്പറിന് 48 വേണം, 2 പേപ്പറൂടെ കൂട്ടി 115.2 വേണം. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ ഫസ്റ്റ് പേപ്പറിന് 42, സെക്കൻഡ് പേപ്പറിന് 42, 2 പേപ്പറൂടെ കൂട്ടി 108 മാർക്ക്. ഡിഫറൻഷ്യലി ഏബിൾഡോ SC ST ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേപ്പർ 42, സെക്കൻഡ് പേപ്പർ 42, 2 പേപ്പറൂടെ കൂട്ടി 96 മാർക്ക്. ഈ ഒരു മാർക്കിംഗ് പാറ്റേൺ അക്വയർ ചെയ്താൽ നമുക്ക് സെറ്റ് പാസ്സാകാനായിട്ട് പറ്റും. പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മൾ സെറ്റിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, തോറ്റു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സെറ്റ് എഴുതുന്നവർ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് സെറ്റ് എഴുതി ആ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റാത്തവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ പഠനത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഈ മാറ്റങ്ങൾ ഇനിയും വരുത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് വരുത്തി നോക്കൂ. അടുത്ത സെറ്റ് എക്സാം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഒരു സെൽഫ് അനാലിസിസ് നടത്തുക. അതായത് എല്ലാവരുടെയും കാലിബർ ഒരുപോലെ അല്ല.
ചിലർ PGയും BEdും ഒക്കെ അങ്ങോട്ട് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ, ചിലർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഗ്യാപ്പ് എടുത്തവരാ. സോ സ്വന്തം അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തൻ്റെ സ്ട്രോങ് പോയിന്റ് ഏതാണ്, വീക്ക് പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എന്നിട്ട് വേണം പഠനം ആരംഭിക്കാനായിട്ട്. അല്ലാതെ കൂടുള്ള ആൾ വേഗത്തിൽ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുള്ള ആൾ അത്രയും പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ചിന്ത പോകാതെ സ്വന്തം ആ ഒരു വീക്ക്നെസ്സിനെയും സ്ട്രോങ് പോയിന്റ്സിനെയും ഒക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം സിലബസ് മാപ്പിംഗ്. ഞാൻ പറഞ്ഞു സെറ്റിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഹാർഡ് കോപ്പി ആയി തന്നെ കയ്യിൽ വെക്കുക. ഡൗൺലോഡ് ചെയ്ത സിലബസിനെ ആദ്യം പഠിക്കുക. സിലബസ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പഠിക്കുക. അടുത്തത് റിസോഴ്സ് സെലക്ഷൻ. നമ്മളൊക്കെ ടീച്ചേഴ്സാണ്. ധാരാളം മെറ്റീരിയലുകൾ പ്രിൻ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കാണും. സോ ഈ മെറ്റീരിയലുകളെ, കണ്ണിൽ കാണുന്ന എല്ലാ ബുക്കുകളും എല്ലാ റാങ്ക് ഫയലുകളും ലേണിംഗ് മെറ്റീരിയൽസും വെച്ച് പഠിക്കാൻ നിൽക്കാതെ വളരെ റിലയബിൾ എന്ന് തോന്നുന്ന വളരെ കുറച്ച് സോഴ്സിനെ മാത്രം വെച്ച് നിങ്ങൾ പഠിക്കുക. ലിമിറ്റഡ് ആയിരിക്കണം എപ്പോഴും നിങ്ങളുടെ പഠന സാമഗ്രി എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ വെച്ച് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ലിമിറ്റഡ് ആയ റിസോഴ്സ് ആണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒറ്റ കാര്യം, റിസോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് റിലയബിൾ ആയിരിക്കണം, കുറ്റമറ്റതായിരിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. പിന്നെ പ്രയോറിറ്റൈസ് ഫോക്കസ് ഏരിയാസ്. എല്ലാ പരീക്ഷകളുടെയും സിലബസിൽ ആവർത്തിച്ച് വരുന്ന ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അത് മുൻവർഷ ചോദ്യങ്ങളെ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ആ ഫോക്കസ് ഏരിയാസിനെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വാരി വലിച്ചൊരിക്കലും പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ നമുക്കറിയാം പേപ്പർ 1 കറണ്ട് അഫെയർ ഒരു സബ്ജക്റ്റ് ആണ്. പലപ്പോഴും പലരും GK പോർഷൻസിലും കറണ്ട് അഫെയറിൻ്റെ കാര്യത്തിലൊക്കെയാണ് പിന്നോട്ട് പോകുന്നത്. ആ അഗ്രഗേറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതും അവിടെയാണ്. സോ ഡെയിലി കറണ്ട് അഫെയർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. അതിന് പത്രം വായിച്ച് തന്നെ കറണ്ട് അഫെയർ കണ്ടെത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഡെയിലി കറണ്ട് അഫെയർ ടെലഗ്രാം ഗ്രൂപ്പുകളിലും യൂട്യൂബ് ചാനലുകളിലൂടെ ഒക്കെ കിട്ടുന്നുണ്ട്. സോ അതിനെയൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, റിവിഷനും മോക്ക് ടെസ്റ്റും. ഏതൊരു പരീക്ഷ എഴുതാനും നമ്മൾ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം. എന്ത് കാര്യം പഠിച്ചാലും അതിനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ റിവിഷൻ നടത്തണം. ഇനി എത്ര ബുദ്ധിയുള്ള ആളാണെന്ന് പറഞ്ഞാലും IQ ലെവൽ എത്ര കൂടിയവരാണെന്ന് പറഞ്ഞാലും പഠിച്ചാൽ നമ്മൾ ഒരിക്കൽ അത് മറക്കും, അല്ലെ? ഒരു സെർട്ടൺ ടൈമിലേക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുള്ളൂ. സോ അതിനെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ പരീക്ഷ എഴുതാൻ മുൻവർഷ ചോദ്യങ്ങളെ മാക്സിമം അറ്റൻഡ് ചെയ്ത് നോക്കണം. നമ്മൾ പഠിച്ച ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും PYQs പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. സോ നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് വരുത്തി നോക്കൂ. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാറ്റം വരുത്താത്തവരാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് വരുത്തി നോക്കൂ. തീർച്ചയായിട്ടും അടുത്ത പരീക്ഷ സെറ്റെന്നല്ല നെറ്റെന്നല്ല ഏത് വലിയ പരീക്ഷയാണെങ്കിലും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ സെറ്റ് എക്സാം, അടുത്ത സെറ്റ് എക്സാം എപ്പോൾ വരും, സെറ്റിൻ്റെ ആ ഒരു മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്ത സെറ്റ് ജൂലൈ ഓഗസ്റ്റ് സമയത്തായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നന്നായി തന്നെ പഠിക്കുക. അടുത്ത HSST എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത HSST വിളിക്കുന്ന സമയത്ത് സെറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോകരുത്. അവസരങ്ങളുടെ ഒന്നും വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടയുന്നില്ല. കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാകും. സോ സെറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് എലിജിബിലിറ്റി ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ തീർക്കാനായിട്ട് ഞാനും നിങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ ഇവിടെ ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്